for the people who have really responded and experienced. I also thank my team, my wonderful team, my backbone, right from Dinjit. Bahul Ramesh was given his everything for this movie. Mujibka has given the life for the movie. Suraj, all the technical team, Vishnu Govind, everyone. And the artists, they were right on spot. They have been in the character here. So I'm very happy to be the team, part of this team. So thank you. Thank you for coming. എല്ലാ മീഡിയ ആളുകളോടും സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും നല്ലൊരു റെസ്പോൺസാണ്, റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ എല്ലാ പ്രേക്ഷകരോടും, നമ്മുടെ ടെക്നിക്കൽ ടീംസും, നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും, എല്ലാവരോടും ഇതിൽ പ്രവർത്തിച്ച ക്രൂസിനെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ നെക്സ്റ്റിലേക്ക് കടക്കാം. താങ്ക് യു. സെയിം ടീമിൻ്റെ വർക്ക് ചെയ്യാനോ അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെല്ലാവർക്കും. എസ്പെഷ്യലി വിത്ത് ബാഹുൽ ആൻഡ് ദിൻജി നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ടൈമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ബാഹുൽ എപ്പോഴും എന്നെ പുഷ് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ലിമിറ്റ് എൻ്റെ മുകളിലേക്ക് ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും സിനിമ കാണാത്തൊരു പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം ലൈക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ധാകാന്ഡം അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. സോ ലൈക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, ലൈക്ക് സന്ദീപിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുക, വിനീതേട്ടൻ, ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിൽ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നറിയുന്നതിലും വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജിബാണെങ്കിലും വിഷ്ണു ഗോവിന്ദ് ആണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായതിനെ കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിൻജിയും കൂടിയും ഇതിനെ കൺവിൻസ് ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ആ ഡോഗ്സിൻ്റെ പോർഷൻസ് ഒക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്ത് തന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത് അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത്, റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത് എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബ്രില്യൻ റൈറ്റിംഗ്, ബ്രില്യൻ ഡയറക്ടർ, മ്യൂസിക്, എഡിറ്റർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, സന്ദീപ്. താങ്ക് യു. സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സീഫയെ രണ്ട് വാക്ക് സംസാരിക്കുന്ന വിഷയം. Thank you for being here tonight, and thank you for having me. And I have to thank you to the director, producer, and the Bahul, all the team for their hard working, and then they helped me a lot at shooting also. Yeah. The most memory part is when we shot the emotional scenes, the crying part. Yeah, I had to push myself. Yeah, that's I need to learn a lot lah from my acting. I need to improve. Yeah, they are also the good actress. That's all. Thank you. Thank you. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ഹിറ്റുകളിലേക്ക് കുതിക്കുന്ന, സൂപ്പർ ഹിറ്റുകളിലേക്ക് കുതിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് പടത്തിന്റെ നായകനായി മാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് പ്രദീപ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട്
നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ്. കാര്യം എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോട്ട്സ് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ബാഹുലേട്ടൻ, നജീസേട്ടൻ, കിഷ്കിന്താണ്ടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരോട് വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങിയപ്പം ഒരുപാട് സന്തോഷമുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത് എല്ലാവരും. അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഐ എം സോ ഹാപ്പി. എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ആൻസർ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്, നിങ്ങൾ നൽകുന്ന സ്വീകാര്യത തന്നെയാണ് നമ്മുടെ സിനിമയുടെ വിജയത്തിന് ഏറെ സഹായം. നിങ്ങൾ കുറച്ചുപേരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എത്രയും കഴിവതും വേഗം ഒന്ന് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓണസ്റ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുപ്പുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ കൂടുതൽ സിനിമയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ റീച്ച് ആവട്ടെ എന്നാഗ്രഹിക്കുന്നു. ഈ ഒരു വർഷം മൊത്തം ഈ സിനിമയുടെ പിന്നാലെ ആയിരുന്നു. ഒന്നും ഈ സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും എളുപ്പമുള്ളതായിരുന്നില്ല. എല്ലാം എക്സ്ട്രീംസ് ആയിരുന്നു, വെല്ലുവിളികളും ഒക്കെ. ഇപ്പോൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാലും കാലാവസ്ഥ, ലൊക്കേഷൻ, നമ്മുടെ ഡേറ്റ്, നമ്മുടെ ചില കൺസ്ട്രെയിൻസ്, സർട്ടൻ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്കിതിന് പോകേണ്ടി വന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ക്രൂവിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ അകമഴിഞ്ഞ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് കാരണമാണ് നമുക്കത് കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഓട്ടമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആളുകളിലേക്ക് അത് എത്തിച്ച് അവരുടെ നല്ല അഭിപ്രായങ്ങളും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളും നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഐ ഫീൽ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കണ്ടിട്ടില്ലാത്തവർ എത്ര പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. സന്ദീപ് ആകെ ചുരുക്കം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ സന്ദീപ് ഇങ്ങനെ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഒന്നും? ഇപ്പൊ നന്നായി ചെയ്തിട്ടുണ്ട്. സന്ദീപ് മോശമില്ല, നല്ല കിടുക്കാച്ച് ചെയ്തിട്ടുണ്ട്. പടക്കളത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ആരാണ്? സന്ദീപ്. പക്ഷെ അത് ഈ ടൈം ലൈനിൽ ചെയ്തതാണെന്നാണ് സന്ദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതെങ്ങനെ സന്ദീപിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് ചോദിച്ചത്. താങ്ക്സ് ടു ഡയറക്ടർ വിപിൻ ദാസ്. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല. അപ്പോൾ ഇത് പുള്ളിയായിട്ട് പേഴ്സണലി താങ്ക്സ് പറയേണ്ട ഒരു അവസരമായിട്ട് എടുക്കുന്നു. കാരണം പുള്ളി ചെയ്ത അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയിൽ സന്ദീപ് ചെയ്തൊരു ക്യാരക്ടർ കണ്ടപ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് എപ്പോഴെങ്കിലും എനിക്കപ്പോൾ പറയാനൊരു പ്രൊഫൈൽ പോലും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. കിഷ്കിന്ത പോലും ഓണായിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ സിനിമയാക്കാന്നുള്ള രീതിയിൽ പെട്ടിയിൽ വെച്ചൊക്കെയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിട്ട്. അപ്പോൾ അതിനിടയിലാണ് അന്താക്ഷരി കാണുന്നത്. അപ്പോൾ അതിൽ സന്ദീപിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുതിയൊരാൾ, പ്രായം കുറഞ്ഞ ഒരാൾ ഇത്രയും കൺട്രോളോടുകൂടി സെറ്റിലായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു അസാധ്യമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് പുള്ളിയുടെ ഉള്ളിലുണ്ടെന്നുള്ളത് തോന്നി. അപ്പോൾ അത് ബിപിൻ ദാസിനാണ് ഫസ്റ്റ് പ്ലേസിൽ. ബിപിൻ ദാസ് സന്ദീപിനെ അങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് എത്തിയത്. അപ്പോൾ അത് പുള്ളിയുടെയാണ് ആക്ച്വലി അടിപൊളി ചോയ്സ് പുള്ളി എടുത്തതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, ഗ്രേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത ബിനോയിൻ്റെ പേര്. പുള്ളിയായിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇവൻ അടിപൊളിയല്ലേ, നമ്മുടെ ഈ പിയൂസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സന്ദീപ് പോലെ ഒരാൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ബിനുവേട്ടനാണ് അഷുറൻസ് എന്ന്. അവൻ അടിപൊളിയായി. അവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ലേ? അവന് കുറേ കിട്ടുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ട് യൂട്യൂബിൽ. കാണാം, ഇത് കാണാം, അത് കാണുന്നൊക്കെ പറഞ്ഞ് ബിനീഷേട്ടൻ റൂംമേറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് എനിക്ക് കുറേ എണ്ണം ലിങ്ക് അയച്ചെന്നു. ആദ്യം കണ്ടത് അതാണ്. പിന്നീട് ടൈറ്റിൽസ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഒരു 2-3 ഷോർട്ട് ഫിലിംസ് ബാക്ക് ടു ബാക്ക് കണ്ടു. അപ്പോൾ അടിപൊളി. പിന്നെ അത് പ്രൊജക്റ്റ് ഒന്ന് മെറ്റീരിയലൈസ് ആവാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് പ്രൊഫൈലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓവർ ദ പീരീഡ് പതിയെ നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് കിഷ്കിന്ത ഒന്ന് ലാൻഡായി കിട്ടിയപ്പോൾ നമുക്കും ഒരു സപ്പോർട്ട് കിട്ടി. പ്രാക്ടിക്കലി നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത്. അതിനിടയിൽ തന്നെ സന്ദീപിൻ്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫാലിമി പടക്കളം അതിനോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫാലിമി ഇറങ്ങി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ വെൽ പ്ലേസ്ഡ് ആണ്. നല്ല രീതിയിലുള്ള പ്രൊജക്റ്റായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഗുഡ് ഫീലിംഗ് അപ്പോഴേ ഉണ്ടായി. പിന്നെ സന്ദീപ് പുള്ളിയുടെ 2
200% ഇതിനെ തന്നു. ജീവൻ പടയം വെച്ചിട്ട് ചില ഷോട്ടിലൊക്കെ ഫ്രോണ്ട് ക്യാമറയിൽ സൂര്യേട്ടനൊക്കെ കേട്ടാണോ സന്ദീപ് കട്ട് പിടിക്കുന്ന സന്ദീപിന്റെ അടുത്ത് സന്ദീപ് ജീവൻ കട്ട് കളിക്കുക. ജീവന ഹാനുണ്ടെങ്കിൽ മാത്രം കട്ട് വിളിച്ചാൽ മതി. എങ്ങനെ ചെയ്തോളാം. എന്നോട് കട്ട് വിളിച്ചോളാം. റിയൽ ടൈം പ്രോംപ്റ്റിംഗ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ റിയൽ ടൈം പ്രോംപ്റ്റിംഗ് ആയിട്ട് സന്ദീപ് അവിടെ ചെയ്തോ ഞാനിപ്പോ ക്യാമറ ഇങ്ങോട്ട് വരികയാണ്, നീ ഇങ്ങോട്ട് തിരിയണേ എന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സന്ദീപ് ജീവന് ഹാനി ഉണ്ടെങ്കിൽ കട്ട് വിളിച്ചോട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു ഡയറിങ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് വേണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി 200% സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എല്ലാവരും നിന്നിട്ട് പർട്ടിക്കുലർലി ചോദ്യം സന്ദീപിനെ കുറിച്ച് ആയതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞത് മാത്രം. സന്ദീപിന് എന്ത് തോന്നുന്നു? ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പടക്കളത്തിന് ശേഷം കത്തിക്കയറുന്ന അടുത്തൊരു കത്തിക്കയറലാണിത്. എന്ത് തോന്നുന്നു? സന്തോഷം. നമ്മൾ ഇതാണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് നമ്മുടെ അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് നെക്സ്റ്റ് സിനിമ ഇതേ കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്യണം, ഇതിൽ നല്ല റെസ്പോൺസ് കിട്ടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലും നമുക്ക് തോന്നുക. അതിനൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് സന്തോഷം തോന്നുന്നു. സന്ദീപ് തന്നെയാണോ പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേറെ ആരുടെയും ചോയ്സ് എടുക്കാറുണ്ടോ? കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര ഒരു ബെസ്റ്റ് ഹിറ്റ് ആവാനുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണ്, അത് വേറെ ആരുടെയും ചോദിക്കാറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് എന്താ പറയാ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ടേസ്റ്റിന്റെ ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ തോന്നുന്നു ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ടേസ്റ്റാണ്. അപ്പൊ ഞാൻ അത് ജഡ്ജ് ചെയ്യാൻ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റും എന്റെ ടേസ്റ്റും ചിലപ്പോൾ മാച്ച് ആകത്തില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സിനിമയിൽ കുറച്ചുകൂടെ അഡ്വഞ്ചേഴ്സ് ആണ്, കുറച്ചുകൂടെ റിസ്ക് എലമെന്റ്സ് കൂടുതലുണ്ട് എന്നുള്ളതാണ് വിഷ്ണുദാനത്തിലേക്ക് തിരിഞ്ഞത്. അതുമേ അല്ല, ആദ്യം എഴുതിയത് കൃഷ്ണദാനം തന്നെയാണ്. കൃഷ്ണദാനം എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് കാലതാമസം എടുക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഡേറ്റ് എന്ന് ക്ലാരിറ്റി എന്നായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണമെന്നപ്പോൾ ഞാൻ വീട്ടിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് വേറെ വർക്കിന് സിനിമാറ്റോഗ്രാഫിക്ക് വിളിച്ചാലും പോകാൻ പറ്റുന്നില്ല, കൃഷ്ണദാനം എപ്പോഴാണ് തുടങ്ങാന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ വെറുതെ ഇങ്ങനെ സമയം പോവല്ലേ. അപ്പൊ അതിന്റെ ഒരു കുറ്റബോധം നിന്നൊന്ന് സ്വയം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാ എന്തെങ്കിലും ഒരു കൃഷി നടത്തി നോക്കാം, ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്നാൽ ഇപ്പൊ കളയുന്ന സമയം ഒരു നഷ്ടമായിട്ട് പിന്നീട് തോന്നുമല്ലോ എന്നുള്ളതുകൊണ്ട് ആ സമയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണിത്. അപ്പോൾ അതിനല്ല ചോദിച്ചത്, കൃഷിന്റെ എഴുതി കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയത്. പിന്നെ ഇതിന്റെ കൃഷിദാനത്തിന്റെ സബ്ജക്റ്റില് ആളുകളൊക്കെ അതിന്റെ സബ്ജക്റ്റിന്റെ വിഷയം കൊണ്ട് ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് സൈലന്റ് ആയിട്ട് പെരുമാറേണ്ടിയിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു ആ കഥയിൽ കൂടുതൽ എല്ലാവരും. അപ്പൊ അത് കഴിഞ്ഞ് വന്നുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇതിലെനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഫ്ലാംബോയന്റ് ആയിട്ട് പെരുമാറുന്നവരോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവരോ ഒക്കെ ആയാൽ കൊള്ളാമെന്നുള്ളത് അതൊരു വെറുതെ എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട്, ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞാൻ അപ്പോഴൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കുന്നൊന്നുമില്ല, എല്ലാവരുമായിട്ടും കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ടൈം പാസ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആ എഴുത്ത് പ്രോസസ്സ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. കഴിഞ്ഞ കാണാൻ കുറേ സൈലന്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഇത്തവണ വായ അടച്ചവങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ജീവിക്കാന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം എഴുതുന്ന സീനുകൾ തന്നെ അശോകേട്ടൻ്റെയും വിനീതേട്ടൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള സീനുകളായിരുന്നു തുടക്കം. അപ്പോൾ അതൊരു രസമായിരുന്നു. അശോകേട്ടനായിരുന്നു ആക്ച്വലി ആദ്യമായി മനസ്സിൽ വന്ന ഒരു കാസ്റ്റിംഗ് ആണ്. ഇതിലത്തെ സ്റ്റോറി വേൾഡിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ ജീപ്പുകാരൻ അപ്പൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിലൊരു പ്രേക്ഷകരുടെ മനസ്സിൽ അവരൊരു സഹൃദയനായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരാൾ വേണമായിരുന്നു. നമ്മളിപ്പോൾ ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വീട്ടിലത്തെ വകയിലുള്ള ഒരു കാരണവരോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ ഒരു മുതിർന്ന ചേട്ടനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് വരുന്നവരെ റിസീവ് ചെയ്യാനും ആ വരൂരും ഇരിക്കും അങ്ങോട്ട് പോകും കഴിച്ചു ഓൾ ഇൻ ഓൾ കളിക്കാൻ നിൽക്കുക. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിനെ എല്ലാവർക്കും ഒരു അക്സെപ്റ്റൻസ് തോന്നുന്ന രീതിയിൽ സഹൃദയനായിട്ട് ആൾക്കാർ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ അപ്പൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അത് ആദ്യമേ അശോകേട്ടൻ മനസ്സിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ചെന്ന് പിക്ക് ചെയ്യാൻ ആദ്യമേ വരുന്ന ആള് വിനീതേട്ടൻ്റെ ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം
ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് ആ സിനിമ ഒന്നുകൂടെ റീതിങ്ക് ചെയ്താൽ എന്തായിരിക്കും സീൻ അങ്ങനെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ സീനിൽ കൃഷിതാണ് കണ്ടിറങ്ങിയപ്പോൾ പ്രേക്ഷകൻ അവസരം ആ കുട്ടി മരിച്ചത് എവിടെയായിരിക്കും വിളിച്ചത്, എന്തായിരിക്കും അവിടെ സംഭവിച്ചത്, പിന്നെ ചിന്തിച്ച് ഒരു തവണ കൂടെ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ഒന്നുകൂടെ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രേക്ഷകർ കൂടെ തിങ്ക് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു മേക്കറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല. അപ്പൊ ഈ സിനിമയിലും അതേപോലെ ആ എഫേർട്ട് ഉണ്ടല്ലോ, അതായത് എന്റെ പ്രേക്ഷകൻ കണ്ടാൽ പുതിയ സിനിമ ടിക്കറ്റ് എടുത്ത് കാണണം, ഈ സീനിൽ എന്താണ് ഇതിലൊരു ടിസ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് പ്രേക്ഷകർ റിയലൈസ് ചെയ്യണം എന്താ ആ ഒരു മേക്കറിന്റെ ഒരു ഇതുണ്ടല്ലോ, തൊരയുണ്ടല്ലോ, എത്രത്തോളം അത് മേക്ക് എഫേർട്ട് ഉണ്ട്? ഇതൊക്കെ കൃത്യമായിട്ട് റീഡ് ചെയ്യാതെ അവരും കൂടെ മനസ്സിലാക്കാനും അത് റീഡ് ചെയ്തെടുക്കാൻ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനും ഒരു എഫേർട്ട് അവരുടെ സൈഡിൽ കൂടെ ഉണ്ടാവണേ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുമെങ്കിൽ ഫ്രം ദ ഹാർട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് ജെന്യുവൻലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ പ്രേക്ഷകരും ആ ഒരു സിൻസിയറിറ്റി ഓൺ സ്ക്രീനിൽ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ആ സിൻസിയറിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെ ഇവരെന്തോ സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു, അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും കൂടെ കുറച്ച് എഫേർട്ട് ഇട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനും അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടെ ശ്രമിക്കാം എന്നൊരു വോളണ്ടറി ആയിട്ടുള്ളൊരു താല്പര്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒരു പ്രതീക്ഷയിലുമാണ് എനിക്ക് ശ്രമിച്ചു നോക്കിയത്. അത് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അത് ആക്ച്വലി അതൊന്ന് ഫുൾഫില്ലായ രീതിയിലുള്ളൊരു റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷം. താങ്ക്സ് ടു ദ ഓഡിയൻസ് കൂടെ നിന്നതിന്. സന്ദീപ് ബ്രോ, ചെയ്യുന്ന എല്ലാ സിനിമകളിലും നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിലെ ആളുകൾ വിളിക്കുക, അത് കൊണ്ടപ്പോൾ കരിയറിലേറ്റവും നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറീസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് എലമെന്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിക്കുന്ന സിനിമകളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഇപ്പോൾ ഞാനിപ്പോൾ സേഫാണ്, അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രം മതി, ഇതേപോലത്തെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പം ഇതിലെ ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വർത്താണ് എന്ന് തോന്നിയൊരു മൊമെന്റ് ആണ്. ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ആ ഒരു ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരാണ് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി അല്ലെങ്കിൽ എന്താ പറയുക ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാലേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മൾ അപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായൊരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക ഈ മിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണർ എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാറാണ് പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര രസം തോന്നി, ആ മിസ്റ്ററി വായിക്കുന്നതിൻ്റെ ഒരു ഹൈ. അപ്പോൾ അതാണ് എന്നെ ഇതിലേക്ക് ഫസ്റ്റ് ഹുക്ക് ചെയ്തത്.
അപ്പം മൊത്തത്തിൽ ഇതെല്ലാം വന്നപ്പോൾ തന്നെ ബാക്കി ചാലഞ്ചിങ് പാർട്ടൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്കത് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ബാക്ക് തോട്ട്സും വേറെ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ സെറ്റാകുമോ? കാരണം എൻ്റെ ഈ കൊച്ചി സ്ലാങ്ങും ഞാൻ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ ബിഹേവിയർ ഓറിയന്റഡ് സിനിമയാണ്. നമുക്ക് അപ്പം ഇഷ്ടമുള്ള കൗണ്ടറുകൾ പറയാം, ട്വീക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ രീതിയിൽ പറയാം. പക്ഷെ ബാബുവേട്ടൻ കുത്തും കോമയും മാറ്റാൻ ശ്രമിക്കില്ല. ഞാൻ പറയാം ഇവിടെ ഈ ഒരു എടുത്ത് ഇപ്പുറത്തിട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ എന്നാണ് ഇത് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രീതിയിൽ. അപ്പം കൃത്യമായിട്ടുള്ളൊരു ആ ഒരു ഫ്ലോ ആ ഡയലോഗിനുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടുള്ളൂ. അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറൊരു ക്യാരക്ടറായി മാറി തുടങ്ങി. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കൊക്കെ വന്ന് കിട്ടിയത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ കാർ ഓടിച്ചോണ്ട് വരണ്ടേ ഇടും വരെ നടക്കൂല. പേര് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ്. ടൈറ്റിൽ റെവല്യൂഷൻ്റെ ടൈം വരെ പേര് ഒന്നും കിട്ടാതെ കുറേ നിങ്ങളെ എന്ത് പേര് കൊടുക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റാണ് ഓക്കെ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നെയിം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രേക്ഷകനെ എടുക്കും എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എക്കോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് ഇട്ടതിൽ അതിൽ ഫസ്റ്റത്തെ പേരാണ്. ഞാൻ ആദ്യം ഒരു ദിവസം ബാലനോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ പേര് പറയുമ്പോൾ ബാലനെ വേണ്ട ഇത് പറ്റുമെന്നല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ഞാൻ അല്ലേ കാഷ്വലായിട്ട് എടാ എക്കോ പോലെ ഒരു പേര് എങ്ങനെ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവരൊരു ചേട്ടാ എക്കോ പറ്റുമല്ലോ, നമ്മളെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എക്കോ ഓക്കെയാണ്. അപ്പം നോക്കുമ്പോൾ എക്കോ എന്നുള്ള വേറെ ലാംഗ്വേജിലെ മീനിങ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടമായിട്ട് കുറേ കണക്ട് ചെയ്യുന്ന കുറേ വേർഡുകളുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ എക്കോ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു പ്രൊണൗൺസിയേഷൻ ഈ കെ എന്ന് ഇട്ടാൽ കുറച്ചും കൂടി അതിനൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തോന്നി. എന്നാൽ അങ്ങനെ പിടിക്കാം. അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ കണ്ടെന്നില്ല. കുറച്ചും കൂടി വേറെ കൊള്ളാം. അത് തലവരെയായിട്ട് പറയും. അതെ.